നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഇതെന്ത് ഭാവിച്ച ഇനിയും അവിടെ കയറി നിൽക്കുന്നേ? നീ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞതല്ലേ? ഞാനേ പോവാൻ പാടില്ലെന്ന് ചേച്ചി ഇപ്പോഴും പറയുന്നത് അത് എന്തിനു വേണ്ടിയെന്ന് കാവേരി ചേച്ചിക്ക് അറിയില്ലേ? ഇങ്ങനൊരവസ്ഥയിൽ ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാൻ. ശരിയാ, അവളുടെ വയറ്റിൽ അവന്റെ കുഞ്ഞു വളരുമ്പോ സഞ്ജുവിനൊന്ന് കാണാൻ പോലും മുഖം കൊടുക്കാതെ അവൾ അവനെ ശിക്ഷിക്കുകയാണ്. ഇപ്പൊ അവള് മടങ്ങി വരാൻ തയ്യാറായില്ലെങ്കിൽ ഇനി മംഗലശ്ശേരിയിലേക്ക് അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മു. പണ്ടേ വാശിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ശ്രീകുട്ടി കാണിക്കാറില്ലെന്ന് വല്യച്ഛ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പിടിവാശി തന്നെയാ അവൾ ഇവിടെയും കാണിക്കുന്നെ. അവൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ശ്രീദേവിയടത്തേക്ക് ഒരു പ്രതീക്ഷയൊക്കെ വന്നു തുടങ്ങിയതാ. ഇനി എങ്ങനെ ഞാൻ ഈ വിവരം അവിടെ ചെന്ന് പറയും? ഈ കുടുംബത്തിൽ ആർക്കും സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുമെന്ന് ആരും കരുതണ്ട. എല്ലാത്തിനും കാരണം ഞാനല്ലേ? ഇനി ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി എനിക്ക് പോവാനാവില്ല. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല അമ്മു. ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നന്നായിട്ട് അറിയാം. നിനക്കതിലൊരു പങ്കുമില്ലെന്നും അവൾക്കറിയാം. നീ ഈ വീട്ടിലേക്ക് സ്വയം വന്ന് കയറിയതല്ല. എങ്കിലേ അതൊരു ചതിയാണെന്ന് പറയാൻ പറ്റൂ. അവളെ തന്നെയാ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. നീ അവൾക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും മറന്നു കളയാൻ ശ്രീകുട്ടിക്ക് പറ്റില്ല. എന്നിട്ട് എന്തിനാണ് അവൾ ഈ വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കുന്നത്? ചേച്ചിയുടെ ഏറ്റവും വലിയ സങ്കടം അദ്ദേഹം ചേച്ചിയിൽ നിന്നത് മറച്ചു വെച്ചതാണ്. ഒരു കണക്കിനത് ശരിയല്ലേ? എന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ചേച്ചി അദ്ദേഹത്തെയും കൂട്ടിയായിരുന്നല്ലോ അന്വേഷിച്ച് നടന്നത്. മുഖം അറിയാതെ അന്വേഷിച്ച് നടന്നയാൾ തന്റെ കൂടെയുള്ള ആളാണെന്ന് പിന്നീട് അറിഞ്ഞാൽ ചേച്ചിയെ പോലെ അഭിമാനമുള്ളൊരു പെണ്ണിന് അത് സഹിക്കാനാവില്ല. എന്റെയും ആ മനുഷ്യന്റെയും അവസ്ഥ എന്ത് തന്നെയായാലും അതൊരു കൊടും ചതി തന്നെയാ. ഇവിടെ നിന്നും പോവാൻ ഇറങ്ങിയതാ ഞാൻ. തൽക്കാലം ഞാൻ ഇനി പോകുന്നില്ല. എനിക്ക് വീട്ടിലേക്ക് പ്രസവത്തിന് മുൻപ് ചേച്ചി കൊണ്ടുവരണം. ഇത് എന്റെ മാത്രം ആവശ്യമാണ്. അതിന് കഴിയാതെ ഞാൻ ഇവിടുന്ന് പോയാ മനസമാധാനത്തോടെ ഒരിടത്തും എനിക്ക് ജീവിക്കാനാവില്ല. എന്റെ സുഖവും സന്തോഷവും ഒക്കെ ചേച്ചിയുടെ ചിരിക്കുന്ന മുഖം കാണുന്നതാ. ശ്രീകുട്ടിയുടെ മനസ്സ് മാറ്റാൻ നിനക്ക് എങ്ങനെ കഴിയാനാമോ? എനിക്കതിന് കഴിയും. ചേച്ചിക്ക് വേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്യൂന്ന് പറഞ്ഞത് വെറും വാക്കാവില്ല. അതിനുവേണ്ടി ഞാൻ എന്നെ ബലി കൊടുക്കാനും തയ്യാറാവും. നീ എന്താ ജീവൻ ഒടുക്കി അവർക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പോവാണോ? നോക്കമ്മു, അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുന്ന നീ കരുതണ്ട. പിന്നെ ഈ ജന്മം ശ്രീകുട്ടിക്ക് വീട്ടിൽ വന്ന് കയറാൻ പറ്റാതാവും. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എനിക്ക് എന്നെ അത് ചെയ്യായിരുന്നു. മരണത്തിന് പോലും എന്നെ വേണ്ടെന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞവളാ ഞാൻ. പിന്നെന്താ നീ ചെയ്യാൻ പോകുന്നെന്ന് എന്നോട് പറ. മരിക്കാതെ തന്നെ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഞാനും അതിലൊരാളായ പോരെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.